ഹേ ഗായ്സ്, അപ്പോൾ ഒന്ന് തൃശ്ശൂർ പോയിട്ട് വന്നാലോ? അപ്പോൾ പുലർച്ചെ 3 മണിക്ക് അലാറവും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റായിട്ട് എണീറ്റു. എന്നിട്ട് വേഗം ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് നമ്മുടെ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് നമ്മൾ വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. അവിടെ നിന്ന് 4:50 ജനശതാബ്ദി എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നുണ്ടായത്. പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ റിസർവ് ചെയ്തുകൊണ്ട് അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. വേഗം സീറ്റിൽ പോയിരുന്നു, ഇയർഫോൺ ഇട്ട് പാട്ട് കേട്ടു, കാഴ്ചകൾ കണ്ടു. അങ്ങനെ കുറച്ച് നേരം പോയി. പിന്നെ നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഷൊർണൂർ ജംഗ്ഷൻ എത്തുമ്പോഴേക്കും നല്ല പച്ചപ്പ് കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഷൊർണൂർ ജംഗ്ഷനിൽ നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പഴംപൊരിയും വടയും അതുപോലെ തന്നെ ഒരു കാപ്പിയും കൂടെ അങ്ങ് കയറ്റി. എന്നിട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചയും ചായയും. വാവ്, നൈസ്. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ തൃശ്ശൂർ എത്തി. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അങ്ങനെ വേഗം കൊടുങ്ങല്ലൂർ ബസ് കയറി. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ കൊടുങ്ങല്ലൂർ എത്തി. അങ്ങനെ നല്ല ദർശനവും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ വേഗം ഗുരുവായൂർ ബസ് പിടിച്ചു. കാരണം തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മെയിനായിട്ട് വേഗം മനസ്സിൽ വരുന്നത് ആ ഒരു ഗുരുവായൂർ അമ്പലമാണ്. പിന്നെ ഞാൻ ഈ സ്ഥലത്തൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 12:30, 12:45 ആയപ്പോഴേക്കും നമ്മൾ ഗുരുവായൂരെത്തി. എന്നിട്ട് പിന്നെ വേഗം ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകണമായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം പടിഞ്ഞാറേ നടയുടെ ആ ഒരു ഭാഗത്തായിട്ടുള്ള അമൃതിൽ എന്ന് പറഞ്ഞിട്ടൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് റൂം എടുത്തു. കുഴപ്പമില്ല, ഒരു ഡീസൻറ്റ് റൂമായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വേഗം ഫ്രഷപ്പ് ആയി. എന്നിട്ട് വേഗം നമ്മൾ അമ്പലത്തിലേക്ക് വിട്ടു. എന്നിട്ട് പിന്നെ ക്യൂ ഒക്കെ നിന്നിട്ട് ഉച്ചഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ 1:30 നിന്ന് ക്യൂ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ടായത്. എന്നിട്ട് വേഗം ക്ലോക്ക് റൂമിൽ പോയിട്ട് നമ്മുടെ ഫോണും സാധനങ്ങളൊക്കെ വെച്ചു. എന്നിട്ട് വേഗം ക്യൂവിൽ നിന്ന് ദർശനത്തിൻ്റെ എന്നിട്ട് ഒരു 3:30 നിന്ന് ദർശന ക്യൂ നമ്മളൊരു 6:30 ആയപ്പോഴാണ് ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായത്. എന്നിട്ട് പിന്നെ നല്ല ദർശനം കാര്യങ്ങളൊക്കെ കിട്ടി. നല്ല സമാധാനത്തിലാണ് പുറത്തിറങ്ങി. എന്നിട്ട് പിന്നെ പുറത്തിറങ്ങി നമുക്ക് പിന്നെ പെർച്ചേസും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം മെയിനായിട്ട് കുറച്ച് മാലയും വളയും ഒക്കെ നോക്കി. അങ്ങനെ കുറച്ച് 2-3 സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ അത്രത്തോളം എനിക്ക് മാലയും വളയും അധികം ഇഷ്ടമായിട്ടില്ല. പക്ഷേ അവിടുത്തെ നെറ്റിപ്പട്ടം പിന്നെ ഭയങ്കര ഡെക്കറേറ്റീവ് പീസസും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ കുറേ ആനകളൊക്കെ ഞാൻ കണ്ടു. അടുത്തുനിന്ന് കുറേ ഫോട്ടോ എടുത്തു. അങ്ങനെ അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പം നെറ്റിപ്പട്ടം കണ്ടു. പിന്നെ കുറേ വിഗ്രഹങ്ങൾ, അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടില്ലെങ്കിലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കൃഷ്ണൻ്റെ റോക്കറ്റ്, പിന്നെ എന്താണ് കീ ചെയിൻസ്, അങ്ങനെ ഈ ഒരു ബൊമ്മയുടെ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ തലയാട്ടി ബൊമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബുദ്ധൻ, ആ 3 സംഭവം ഇങ്ങനെ നല്ലപോലെ ആട്ടി കളിക്കുന്ന ആ ഒരു സംഭവം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോയിട്ടുണ്ടായത്. അവിടെ പോയി നല്ലോണം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ നമ്പൂതിരീസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് തോന്നി. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ അവിടെ കയറി. അങ്ങനെ വിചാരിച്ച അത്ര വേർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. എന്താണെന്നറിയില്ല, അത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടമായിട്ടുണ്ടായിട്ടില്ല. ഒരു റെഡ് കളർ ചട്നി പോലത്തെ ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. അത് മുളക് പൊടിയിട്ട് കലക്കി വെച്ച പോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്രക്കങ്ങ് വേർത്താണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കെന്തോ ഇഷ്ടമായിട്ടില്ല. അതുപോലെ തന്നെ കോഫി കുഴപ്പമുണ്ടായില്ല, കോഫി നല്ല ഉണ്ടായിരുന്നു. അത്ര കുടിക്കാൻ പറ്റുന്ന രീതിയിലുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അങ്ങനെ ഡിന്നർ സെറ്റായി. പിന്നെ നമ്മൾ പോയി റെസ്റ്റ് എടുത്ത് കുറച്ച് റൂമിൽ. അങ്ങനെ ഒരു 9 മണിയായപ്പോൾ നമ്മൾ റൂമിലേക്ക് വന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ടൊന്ന് കിടന്നുറങ്ങി. കാരണം അടുത്ത ദിവസത്തെ വാഗച്ചാർത്ത് കാണണമായിരുന്നു. അപ്പോൾ അങ്ങനെ 12 മണിക്ക് അലാറം വെച്ച് എണീറ്റു. എന്നിട്ട് 1 മണിയൊക്കെ ആകുമ്പോഴേക്കും ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ചെയ്ത് വേഗം നമ്മൾ അമ്പലത്തിൽ പോയി. ലൈനും കാര്യങ്ങളൊക്കെ നിന്ന് ദർശനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നല്ല ദർശനം കിട്ടി. എന്നിട്ട് പിന്നെ അവിടെ തന്നെ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ 9:00 പാൽപ്പായസം കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ ബസ് കയറി കോഴിക്കോട് ഇറങ്ങി. കോഴിക്കോട് നിന്ന് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ ലഞ്ചും കാര്യങ്ങളൊന്നും കഴിച്ചില്ല. ഒരു പപ്സും നല്ല ലൈമും കുടിച്ചു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം ബസ് പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് 2:05 വണ്ടിക്ക് നമ്മൾ നാട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളൊരു കുഞ്ഞ് തൃശ്ശൂർ വ്ളോഗ്, ഗുരുവായൂർ വ്ളോഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. തൃശ്ശൂർക്കാർ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, ലവ് യു ഗൈസ്.